കേരളം കണ്ട ഏറ്റവും മഹാനായ ചലച്ചിത്രകാരനും ഹാസ്യ സാമ്രാട്ടുമായ സലിംകുമാർ വിട പറയുമ്പോൾ ഈ നാട് അദ്ദേഹത്തിന് നൽകിയ ആദരവ് സമാനതകളില്ലാത്തതാണെന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ജാതിയോ മതമോ മറ്റ് സാമൂഹിക ഭിന്നതകളോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് നിശ്ചയിച്ച് വ്യക്തിജീവിതവും പൊതുജീവിതവും നയിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. കേവലം 56 വയസ്സ് വരെ മാത്രം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ പ്രതിഭ ലോകത്തോട് വിട പറയുമ്പോൾ ഈ നാട് നൽകിയ ആദരവ് സമാനതകളില്ലാത്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സലിംകുമാറിൻ്റെ കരിയറിൽ നിർണായകമായി മാറിയ പറവൂർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ തടിച്ചുകൂടിയത്. സാംസ്കാരിക സിനിമാ മന്ത്രി PC വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ ഭരണസംഘം അവിടെ നിലയുറപ്പിച്ചിരുന്നുവെന്ന് മാത്രമല്ല, അന്തിമോപചാരം ഭംഗിയാക്കാൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി മനുഷ്യർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഒടുവിൽ യാതൊരുവിധ മതചടങ്ങുകളുമില്ലാതെ മക്കൾ ചിതിയൊരുക്കി ആ മനുഷ്യന് അഭിമാനകരമായ വിടയും നൽകി. സോഷ്യൽ മീഡിയയിൽ അനേകം തവണ വ്യാജ വാർത്തകളിലൂടെ കൊല ചെയ്യപ്പെട്ട സലിംകുമാർ ശരിക്കും മരിക്കുമ്പോൾ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ നാട് അദ്ദേഹത്തിന് വിട നൽകിയത്. താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തനിക്ക് കോൺഗ്രസ് ആയിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയ സിനിമാക്കാരൻ കൂടിയായിരുന്നു സലിംകുമാർ. അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടും അദ്ദേഹം ഒട്ടും പശ്ചാത്തപിച്ചില്ല എന്ന് മാത്രമല്ല, പിണറായിയുടെ 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ ഒടുവിൽ ആരോഗ്യമില്ലാതിരുന്നിട്ടും സ്റ്റേജുകളിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. പിണറായി എന്ന അധികാര കേന്ദ്രത്തെ കണക്കറ്റ് പരിഹസിക്കുകയും ആ പരിഹാസത്തിന് ഫലം കാണുകയും ആ ഫലം തിരിച്ചറിയുകയും ചെയ്താണ് അദ്ദേഹം മടങ്ങുന്നത്. അതുമാത്രമല്ല, അതിന് നേതൃത്വം കൊടുത്ത തൻ്റെ ഉറ്റ സുഹൃത്ത് VD സതീശനെ അഭിനന്ദിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്വതന്ത്രമായി മണ്ണിൽ നിന്നും ശരീരം വെടിഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്നലെ ചടങ്ങ് പതിവ് പോലെ സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ ഈ നാട്ടിൽ സംഭവിക്കുന്ന വിവരക്കേടുകളും നാണക്കേടുകളും തനി ആവർത്തനമായി മാറി എന്നുള്ളതാണ്. ചാനൽ ക്യാമറകൾ മാത്രമല്ല, ആയിരക്കണക്കിന് യൂട്യൂബർമാരാണ് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലുമായി അവിടേക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ ഇടിച്ചു കയറിയത്. മരിച്ചുപോയ മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വേദനയും ദുഃഖവും തിരിച്ചറിയാൻ കഴിയാതെ തികച്ചും ഔചിത്യമില്ലാത്ത രീതിയിൽ അവർ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് അവിടെ കുത്തിക്കൊണ്ടു നിന്നു. സഹിക്കാൻ വയ്യാത്ത ഈ ദുരന്ത കാഴ്ചയ്ക്കെതിരെ ആരും ഒരിക്കലും പ്രതികരിക്കില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ചന്ത് വന്ന സലിംകുമാറിൻ്റെ നേരവകാശിയായ മകൻ കൃത്യമായി പ്രതികരിച്ചു. അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഒന്ന് മാറി നിൽക്കാമോ എന്ന് ചന്തു പൊട്ടിത്തെറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ ഈ വൃത്തികേട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് മുഴുവൻ ഈ ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള വഴികൾ കൂടിയാണ്. മാധ്യമപ്രവർത്തകർക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. എന്നാൽ 24 മണിക്കൂറും മാധ്യമപ്രവർത്തകരും യൂട്യൂബർമാരും മരിച്ചവരുടെ ബന്ധുക്കളുടെ വികാരം പോലും തിരിച്ചറിയാതെ മുഖത്ത് കുത്തി നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ മയക്കം പിടിച്ചു നിൽക്കുന്നത് അവസാനിപ്പിച്ചേ മതിയാകൂ. വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മാധ്യമപ്രവർത്തകർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പ്രത്യേക സമയം അനുവദിക്കുകയും ബാക്കിയൊക്കെ സ്വകാര്യ ചടങ്ങായി നടത്തുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരം വൃത്തികേടുകൾ ഇനിയും ആവർത്തിക്കും. മറ്റൊന്ന് എടുത്തു പറയേണ്ട പ്രധാന കാര്യം, മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് മാധ്യമങ്ങളായിക്കോട്ടെ, അല്ലാതെ പ്രമുഖ മാധ്യമങ്ങൾ ഒത്തിരിയുണ്ട്, യൂട്യൂബ് ചാനൽ അടക്കമുള്ളവർ, അവർ ആരും ഈ ഔചിത്യമില്ലായ്മ കാണിക്കാറില്ല. അവർക്ക് കൃത്യമായി മാനദണ്ഡങ്ങളുണ്ട്. അവർ കൃത്യമായി മാധ്യമപ്രവർത്തകരാണ്, ജേർണലിസ്റ്റുകളാണ്. അവരത് കൃത്യമായി അവരുടെ ഭാഗം ഭംഗിയായി നോക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ മാധ്യമപ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന, കയ്യിലൊരു മൊബൈൽ ഫോണും തൂക്കിപ്പിടിച്ച് കൂടെ നടക്കുന്ന പെൺകുട്ടിയുടെ ഏത് ഭാഗത്തേക്കും ക്യാമറ വയ്ക്കാൻ ശ്രമിക്കുന്ന, ക്യാമറ കണ്ണുകൾ ഓടിക്കുന്ന, അതിന് വിറ്റ് റീലാക്കി കാശുണ്ടാക്കുന്ന ചില അധമ പ്രവർത്തകരുണ്ട്. അവരാണ് ഇതെല്ലാം കാണിക്കുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മാധ്യമപ്രവർത്തനം വിളിച്ച് ആ ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വഴി കണ്ടെത്തേണ്ടത് കൂടിയുണ്ട്. പ്രധാനമായി ഇവിടെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നതാണ്. കഴിഞ്ഞ തവണ പ്രമുഖ നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല വൈറലാകുന്നത് എങ്ങനെയാണെന്നുള്ള. ആറ്റുകാൽ പൊങ്കാലയിൽ അവിടെ സ്ത്രീകൾ ഒട്ടനവധി പേർ അവിടെ പൊങ്കാലയിടാൻ വന്നപ്പോൾ അതിൽ പല നടിമാരുടെയും ശരീരഭാഗങ്ങളിൽ ക്യാമറ പൊട്ടിച്ച് അത് റീലാക്കിയവർ നിരവധി പേരാണ്. അതിൻ്റെ പ്രതിഷേധം അടങ്ങുന്നതിന് മുന്നേ തന്നെ ശ്രീനിവാസന്റെ മരണത്തിലും ഇതേപോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സലിംകുമാർ മരിച്ചപ്പോഴും
ഇത് തന്നെയാണ് അവസ്ഥ. ആലോചിക്കണം, നമ്മുടെ സ്വകാര്യതയിലേക്ക്, നമ്മുടെ സ്വന്തം ഇടത്തേക്ക് ഒരാൾ ക്യാമറയും തൂക്കിപ്പിടിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തൂക്കി ഞങ്ങളുടെ മുഖത്ത് നേരെ വരുമ്പോൾ മാറി നിൽക്കട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നമുക്കുണ്ടാവണം, ആ അധികാരമെങ്കിലും നമുക്കുണ്ടാവണം. ഇവിടെയാണ് VD സതീശന്റെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ രംഗപ്രവേശവും ഇടപെടലെല്ലാം അങ്ങനെയായിരുന്നു. VD സതീശന് സലിംകുമാർ വെറും ഒരു സിനിമാക്കാരനായിരുന്നില്ല, അവിടെ ഏറ്റവും നല്ല സുഹൃത്ത് മാത്രമായിരുന്നില്ല, തൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയും കൂടിയാണ്. സതീശനാകുന്നതിന് മുമ്പേ സലിംകുമാർ ആയിട്ടുണ്ട്. അതായത് സതീശനെ നമ്മളീ കാണുന്ന VD സതീശനാകുന്നതിന് മുമ്പ് തന്നെ സലിംകുമാർ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സലിംകുമാർ എന്ന നടൻ തൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്ന് തൻ്റെ സുഹൃത്തായി, തൻ്റെ അനുജനായി മുമ്പോട്ട് പോയപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ VD സതീശൻ അധികാരത്തിൻ്റെ പത്രാസൊന്നും അവിടെ കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവരെ പോലെ അവിടെ നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. ഒരു എസ്കോർട്ടും പൈലറ്റും മാത്രമായിരുന്നു VD സതീശൻ അവിടേക്ക് രംഗപ്രവേശനം ചെയ്ത്. ആ കാഴ്ച മലയാളികൾക്ക് അത്ഭുതം കൂടിയായിരുന്നു. സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ അവിടെ എത്തുന്ന പിണറായി വിജയനെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്, എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയുന്നതാണ്. പിണറായി വിജയൻ എത്തുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് പോലീസുകാർ സകലരെയും മാറ്റി നിർത്തുന്നുണ്ടാകും. ഉറ്റ ബന്ധുക്കൾ പോലും ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ മണിക്കൂറോളം പോലീസിൻ്റെ തേർവാശികൾ അവിടെ നടക്കാറുമുള്ളതാണ്. അങ്ങനെ പോലീസ് അകമ്പടിയോടുകൂടി പിണറായി വിജയൻ എത്തുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടത് അങ്ങനെയായിരുന്നില്ല. VD സതീശൻ വന്നിറങ്ങിയത് ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ്. VD സതീശനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് വഴിയൊരുക്കിയില്ലെന്ന് മാത്രമല്ല, ആൾക്കൂട്ടത്തോടെ ഒന്ന് മാറി നിൽക്കാമോ എന്ന് സഭ്യതയോടെ പറയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്നിട്ട് സതീശൻ അവിടെ ചെയ്തത് നേരെ ചെന്ന് കുടുംബാംഗങ്ങളെയും മകനെ അടക്കമുള്ളവരെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. VD സതീശൻ ആൾക്കൂട്ടത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ച വരെ വളരെ കൗതുകമുള്ളതായിരുന്നു. ആ ചെറിയ ഗ്യാപ്പുകളിലൂടെ, അതായത് അത്രയും തിരക്കുകൾക്കിടയിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും നോക്കാതെ അദ്ദേഹം അവിടെ കൃത്യമായി എത്തുകയായിരുന്നു. എല്ലാവരോടും ഈ പറഞ്ഞ ആരെയും മാറി നിൽക്കാനോ അല്ലെങ്കിൽ ആരെയും തള്ളി മാറ്റുകയോ ഒന്നും ചെയ്യാതെ സാധാരണക്കാരെ പോലെ അവിടെ വന്ന് തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ചേതനേറ്റ ശരീരം കാണാനായി VD സതീശൻ അവിടെ എത്തുകയായിരുന്നു. ഉറ്റ സുഹൃത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചെല്ലുമ്പോൾ ഷാൾ അണിയിക്കാൻ വന്ന ഔചിത്യബോധമില്ലാത്ത പ്രവർത്തകനെ പോലും അയാൾ തള്ളി മാറ്റി നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ VD സതീശൻ തള്ളി മാറ്റി നമ്മൾ കണ്ടതാണ്. ഇതും ഒരുപക്ഷെ നാളെ സതീശൻ്റെ അഹങ്കാരം എന്ന തരത്തിൽ ഒരുപക്ഷെ പ്രചരിക്കപ്പെട്ടേക്കാം. പക്ഷേ സതീശൻ്റെ മികവിൻ്റെയും സാമാന്യബോധത്തിൻ്റെയും ഉദാഹരണമായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അവിടുത്തെ ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണും തൂക്കിപ്പിടിച്ച് നിൽക്കുന്ന ഈ മാധ്യമപ്രവർത്തകർ സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഇവരെയൊക്കെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ, മകൻ പോലും പൊട്ടിത്തെറിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി മാറി നിൽക്കുമെന്ന് പറയേണ്ട സാഹചര്യമുണ്ടായി. അവിടെ ജനത്തെ നിയന്ത്രിക്കാൻ സതീശൻ ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ഇന്നലെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഈ പറഞ്ഞ മൊബൈലും തൂക്കി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരും സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന മാധ്യമ ഗുണ്ടകളോട് പൊട്ടിത്തെറിച്ചപ്പോൾ വാസ്തവത്തിൽ കേരളത്തിന്റെ ഹൃദയമാണ് അവിടെ കണ്ടത്. സലിംകുമാറിന്റെ മകന് പോലും പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി. ആ സാഹചര്യത്തിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അവിടെ ഇച്ഛാശക്തിയുള്ള ഒരു കാരണവരുടെ കുറവുണ്ടായിരുന്നു. ആ റോളാണ് VD സതീശൻ അവിടെ ഭംഗിയായി ഏറ്റെടുത്തതും നിയന്ത്രിച്ചതും. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു വശം കൂടി നോക്കണം. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തികച്ചും അപഹാസ്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒരു മരണ വീട്ടിൽ ചെന്ന് അവിടെ ദുഃഖിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ മുഖത്തേക്ക് ക്യാമറയും ലൈറ്റും തള്ളിത്തിരികൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും അതിര് കടക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ട സമയം അതിക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ നടക്കുന്നത് തികഞ്ഞ അരാജകത്വമാണ്. നമുക്കറിയാം, പല സെലിബ്രിറ്റിയോടും പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നാം ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ തലത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ യാതൊരു കാര്യമില്ലാതെ ഇവിടെ എന്ത് ചോദിക്കണമെന്ന ബോധം പോലും ഇല്ലാതെ കുറേ പേർ മൊബൈലും തൂക്കി പിടിച്ച് വന്ന്, അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, അവിടെ അങ്ങനെ വന്ന് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും അറപ്പുളവാക്കുന്നതും ദേഷ്യമുണ്ടാക്കുന്നതുമാണ്. അതുപോലെ സ്റ്റേജിലെത്തുന്ന അല്ലെങ്കിൽ വേദിയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ വീഡിയോകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയുന്നതാണ്. അവരുടെ ശരീരഭാഗങ്ങൾ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ വീഡിയോ എടുത്ത് അതിന് ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പണമുണ്ടാക്കുന്ന പല പേരുകളിലടങ്ങുന്ന കുറേ പേർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്നതെല്ലാം തികഞ്ഞ അരാജകത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ബുദ്ധിയില്ലായ്മയും വിവേകമില്ലായ്മയും കൂടിയാണ്. ഒരു സെലിബ്രിറ്റി മരിക്കുമ്പോൾ അവിടെ തടിച്ചുകൂടുന്ന യൂട്യൂബർമാരും ഓൺലൈൻ ചാനലുകാരും യാതൊരുവിധ പ്രൊഫഷണലിസവും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല,
ഇത് കേവലം വ്യൂസിന് വേണ്ടിയുള്ള ഒരു വടംവലി മാത്രമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമപ്രവർത്തകർക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്, അത് ശരിയുള്ള കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ ചില പരിഗണനകൾ കൂടി ഉണ്ടാകേണ്ടത് കൂടിയുണ്ട്. ഇതിനൊരു അവസരം കാത്തു നിൽക്കുന്നത് പോലെയാണ് പലരും പെരുമാറുന്നത്. ഈ ഒരു വലിയ നാണക്കേടിൽ നിന്ന്, തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും ഇവർ തയ്യാറാവുകയും വേണം. ഇല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നാം ഒന്ന് ആലോചിക്കണം, ഓരോ ദിവസവും നമ്മളൊന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒരുപക്ഷെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലൊന്നും ഓപ്പൺ ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പ്രൊമോഷൻ വീഡിയോകൾ പോലെ പലതും വന്നിറങ്ങുമ്പോൾ അതിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുന്ന് കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ നാം പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ടൈം ലൈനിലേക്ക് വന്നിറങ്ങുന്നത് ഇതുപോലുള്ള പല മീഡിയകളുടെ പേരുകൾ ചേർത്ത, അല്ലെങ്കിൽ ഉള്ളിയെന്നും അതുപോലെ തന്നെ പഞ്ചാരയെന്നും അതുപോലെ മുളകെന്നും അങ്ങനെയൊക്കെയുള്ള പല പേരുകൾ ചേർത്ത്, കുയിലും ആനയും മയിലും ഒട്ടകമൊക്കെ ഉണ്ടാകുന്ന പേരുകൾ ചേർത്ത് ഇവർ ഇറക്കുന്ന വീഡിയോകൾ പലപ്പോഴും സഭ്യതകളുടെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിട്ടുള്ളതാണെന്ന് കൂടി മനസ്സിലാക്കണം. നമുക്കിവിടെ അറിയാവുന്നതാണ്, ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മികച്ച വസ്ത്രം ധരിച്ച അല്ലെങ്കിൽ മോഡേൺ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ പെൺകുട്ടിയുടെ അങ്കലാവണ്യം അടക്കം ഷൂട്ട് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്ന മീഡിയകൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണമെന്ന് പറയുന്നതും അവർക്കവിടെ വേണ്ടത് വ്യൂസ് മാത്രമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം വീഡിയോകളുടെ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇനിയെങ്കിലും ഒരു തടയിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദോഷമുണ്ടാക്കുകയും ചെയ്യും. തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് മാത്രം ആശങ്കപ്പെടുന്ന ഭരണാധികാരികൾ ഇതൊന്ന് കാണുക കൂടി വേണം. ജനങ്ങൾക്കിടയിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് അവിടെ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഇത്തരം ചാനലുകൾ വരുത്തുന്ന, ഇത്തരം ചാനലുകളുടെ പേരിൽ നടത്തുന്ന വിരോധാഭാസങ്ങൾ ഇനിയെങ്കിലും അതിനൊരു അറുതി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട് നയിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷങ്ങളൊന്നും ഇത് മാറുകയും ചെയ്യും. നമുക്കറിയാം, പലരുടെയും അനുവാദമോ സമ്മതമോ കൂടാതെ എടുക്കുന്ന വീഡിയോകൾ ചോദ്യം ചെയ്താൽ ഞങ്ങളെല്ലാം മീഡിയാസാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞങ്ങളൊക്കെ യൂട്യൂബേഴ്സാണ്, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകുന്ന ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ പെരുമാറുന്ന, മുഖത്ത് കുറേ മാസ്കും വെച്ചിറങ്ങുന്ന കുറേ പേരുണ്ടാകുന്നുണ്ട്. ഇവരാണ് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാപം എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നത്. ഇവരൊക്കെയാണ് നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഏതൊരു വിഷയത്തിനും കാരണക്കാരാണ്. നമുക്കറിയാം, ഏതൊരു വിഷയം വരും, ഒരു തിയേറ്ററിലായിക്കോട്ടെ, ഒരു മാളിലായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, ഒരാൾക്ക് തങ്ങളുടെ സ്വൈരവികാരം പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന കുറെ കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരാണ് ഒരാളുടെ സ്വകാര്യതയ്ക്ക്, അത് മരണമാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരന്തമാണെന്നോ പോലും നോക്കാതെ സെലിബ്രിറ്റികളോട് നിന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് എന്താണ് തോന്നുന്നത്, ഒരു മിമിക്രി കാണിക്കാമോ, അല്ലെങ്കിൽ ഈ സങ്കടത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു പുലബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഇവരെ വെറുപ്പിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇതിനൊരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് വലിയ ദോഷമായി മാറുമെന്ന് മാത്രമല്ല, ജനങ്ങൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്ന അവസ്ഥ കൂടി ഉണ്ടാകും.